നമുക്ക് സി വി അനുമോദിലേക്ക് തന്നെ വരാം. അനുമോദ് പെരുവനം കുട്ടന്മാരാരുടെ അരികിലാണുള്ളത്. അനുമോദ്, എന്താണ് അവിടെ നിന്ന് പങ്കുവെക്കാനുള്ള വിശേഷങ്ങൾ? അതെ, കിരൺ, കുട്ടേട്ടൻ നമ്മളിപ്പം വെയിറ്റ് ചെയ്യാണ്. കുട്ടേട്ടൻ നേരത്തെ ചോദിച്ചപ്പോൾ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് തുടരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എല്ലാ വർഷം കുട്ടേട്ടൻ പറയാറുള്ളത് തിരക്കുണ്ട്, പാറമേക്കാവിൻ്റെയാണ്, എല്ലാ തിരക്കാണ്, അപ്പോൾ പൂരം ആസ്വദിക്കാൻ പറ്റാറില്ല, കാണാൻ പറ്റാറില്ല എന്നൊക്കെയാണ്. എപ്പോഴും ഞാൻ ചോദിക്കുന്നത് ചോദ്യമാണ്, ഏതാണ് കുട്ടേട്ടൻ പൂരത്തിനെ ഏറ്റവും ആസ്വദിക്കാനും കാണാനും ഇഷ്ടപ്പെടുന്നത്? ഈ കാരമുക്കൻ്റെ പൂരത്തിന് മേളം കൊട്ടണം, അത് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും കാണണം, അത് കഴിഞ്ഞാൽ പാറമേക്കാവിലേക്ക് പോകണം, ചെമ്പട തുടങ്ങണം, എലിഞ്ഞിത്ര മേളം കൊട്ടണം. അപ്പോൾ മറ്റ് കാര്യങ്ങളും കാണാൻ പറ്റാറില്ല. അപ്പോൾ ഇത്തവണ അതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം നേടിയിരിക്കുകയാണ്. എനിക്ക് ഞാൻ അവധി എടുത്ത് പൂരം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിശ്രമം തന്നിരിക്കുകയാണത് പാറമേക്കാവ്. അപ്പോൾ ഇത്തവണ ബടത്തലൂർ പഞ്ചവാദ്യം കേൾക്കണം. നല്ലൊരു ടീമാണ് ബടത്തലൂർ പഞ്ചവാദ്യത്തിൽ. കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിൽ കോട്ടക്കൽ രവി മദ്ദളത്തിന് പ്രമാണി, തിച്ചൂർ മോഹനൻ ഇടയ്ക്കൽ, അതുപോലെ ചേലക്കര സൂര്യൻ എലത്താളത്തിൽ, അതുപോലെ തന്നെ മച്ചാട് മണികണ്ഠൻ്റെ കൊമ്പ്. അപ്പോൾ ഒരുവിധം നല്ല സെലക്ഷനാണ് മഠത്തിലൂർ പഞ്ചവാദ്യം. അത് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ആ പഞ്ചവാദ്യം കേൾക്കണം, അതാണ്. പിന്നെ പിന്നെ എലിഞ്ഞിത്ര മേളം മനസ്സിലുണ്ടല്ലോ, അത് ഓരോ നിമിഷം അതെന്താണ് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിൽ ഞാൻ ഇടയിലൊക്കെ അത് ഉള്ളിൽ വരിക എന്ന് പറയണത് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ മേളത്തിൻ്റെ ശ്രദ്ധ വേറൊരു സ്ഥലത്തേക്ക് മാറാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് മാറി നിന്ന് കേൾക്കുകയാണ് എലിഞ്ഞിത്ര മേളം. ഈ കൊല്ലം ഞാൻ എലിഞ്ഞിത്ര മേളം കേൾക്കാൻ ഞാൻ വരും, അതുണ്ട്. അതിനുശേഷം തെക്കോട്ടിറക്കം കുടമാറ്റം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എലിഞ്ഞിത്ര മേളം കൊട്ടിക്കഴിഞ്ഞ് വയ്യാണ്ടാവുമ്പോൾ പാറമേക്കാവിലെ ഓഫീസിലിരുന്ന് TV-യിലാണ് കുടമാറ്റം കാണാറ്. അപ്പം മഴയും ഇതൊക്കെ ആകുമ്പോൾ അതാണ് നല്ലതും. പക്ഷേ പ്രകൃതി അനുവദിക്കുകയാണെങ്കിൽ കുടമാറ്റം അതിഗംഭീരമായിട്ട് ഇവിടെ നടത്തപ്പെടും. അത് നേരിട്ട് കാണാൻ ഒരവസരം ഉണ്ടാവും, അത് കാണണം. അതിന് എല്ലാവിധ സൗകര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുടമാറ്റം കാണണം. അത് കഴിഞ്ഞാൽ പിന്നെ ആവർത്തനങ്ങളാണ് പൂരങ്ങൾ, ഏത് വേണമെങ്കിൽ ആവാം. സാധാരണ നമ്മൾ ആൾക്കാരോടൊക്കെ പറയുമ്പോഴേ, നമ്മൾ ഓരോ പൂരത്തെ പറ്റി പറയുമ്പോഴേ എല്ലാവരും പറയുന്ന കാര്യം കുട്ടേട്ടൻ ഇല്ലത്തവണ എന്നുള്ളൊരു സങ്കടം പലരും പങ്കുവെക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ എന്താണ് ഇപ്പോൾ ആളുകളൊക്കെ കാണുമ്പോൾ പൂരപ്രേമികളൊക്കെ പറയുന്നത്? ജനമനസ്സ് എനിക്കറിയാം, എൻ്റെ മനസ്സ് ജനങ്ങൾക്കും അറിയാം. എൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ജനങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എനിക്ക് നന്ദിയോടുകൂടി അറിയാം. അപ്പം ആസ്വാദകരും ഞാനും തമ്മിൽ ഒരു ഗാഢമായ ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാനും ഇല്ലെങ്കിലും മേളം കേൾക്കുമ്പോൾ എന്നെ അവർ മനസ്സിൽ കാണും. അവരെ മേളത്തിന് കൊട്ടുന്നില്ലെങ്കിലും ഞാൻ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോത്സാഹനത്തിനെ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. എലിഞ്ഞിത്ര മേളം കേൾക്കുമ്പോൾ എലിഞ്ഞിത്ര മേളത്തിൻ്റെ ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ അതിൽ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ തവണയും ചോദിക്കുന്ന ജാതി, എങ്ങനെയാണ് ഇത്ര മേളം നിയന്ത്രിക്കുന്നത് ചോദിക്കുക. അപ്പോൾ കുട്ടേട്ടൻ പറയും അതൊരു നോട്ടം മതി, ആ നോട്ടത്തിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതാണോ ഇവിടെ നമ്മളൊരു വിഷമമായിട്ട് തോന്നിയത്? ചോദ്യം ഉത്തരമൊക്കെ പറഞ്ഞാൽ മതി. എന്തോ സംഭവമേ യുഗേ സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. അതേപോലെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഒന്നുമില്ല. ചിലതുണ്ട്, തൃശ്ശൂർ പൂരത്തിന് മാറ്റമില്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മാറ്റങ്ങളുണ്ടാവും. മാറ്റങ്ങൾ അനിവാര്യമായി വരുമ്പോൾ ചില മാറ്റങ്ങളുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ് കാരണം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്നെ വേണ്ട വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. എനിക്ക് അധികാരങ്ങളില്ല, അവകാശങ്ങളില്ല, സംരക്ഷണവുമില്ല നിയമപരമായിട്ടും. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് സമർപ്പിതമായിട്ടാണ് അതിനുള്ള എൻ്റെ മേള സമർപ്പണത്തിന് അവസരം ഇക്കൊല്ലം മാറ്റിവെച്ചിരിക്കണു എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഇത് അവധിയാണ്, വിശ്രമമാണ്, അത് തീർച്ചയാണ്. ഞാൻ മേളവേദികളിൽ എല്ലാ ദിക്കിലും ഉണ്ടാവും. എനിക്ക് 100 പരിപാടികളാണ്. ഈ സീസണിൽ പോലും ഇനിയും ഇരിഞ്ഞാലക്കുട ഉത്സവം, തൂതപ്പൂരം തുടങ്ങി പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ ബാക്കി നിൽക്കുക. അവിടെയൊക്കെ മേളം കൊണ്ടണം. ഇനി അടുത്ത സീസണിൻ്റെ ബുക്കിംഗ് ഇക്കൊല്ലം തുടങ്ങി. ഒരു കൊല്ലത്തിൽ 200-ലധികം മേളങ്ങൾ കൊട്ടുന്നുണ്ട്. അതൊക്കെ ആ വേദികളിലൊക്കെ ഞാനുണ്ടാവും. തൃശ്ശൂരിലും എൻ്റെ സാന്നിധ്യം ഭഗവതി അനുവദിച്ചാൽ ഉണ്ടാവും.
അപ്പം എന്തായാലും ഇന്ന് പൂരം മുഴുവൻ ആസ്വദിച്ച് വിശ്രമം ആസ്വദിക്കാനുള്ള ഒരു മനസ്സിലാണുള്ളത് അല്ലേ? അതെ അതെ, സന്തോഷത്തോടെ തന്നെ ചാരിതാർത്ഥ്യത്തോടെ ആണ് പൂരം കാണുന്നത്. എത്രയും പെട്ടെന്ന് അടുത്ത തവണ കുട്ടേട്ടനെ മേളത്തിന്റെ വേദിയിൽ മേളക്കാരനായിട്ട് കാണണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മേളവേദികളിൽ മുഴുവൻ ഞാൻ ഉണ്ടാവും. തൃശ്ശൂർ പൂരത്തിന്റെ ആസ്വാദകർ ആഗ്രഹിക്കുന്ന വേദികളിൽ ആസ്വാദകരുടെ ആഗ്രഹം, ആസ്വാദകരെ കൂട്ടപ്രവർത്തനം ഉണ്ടായാൽ അതിന്റെ ഇഫക്റ്റ് എനിക്കറിയാം. ഞാൻ ഒരു കൊല്ലം തലതിരിഞ്ഞ് വീണപ്പോൾ ആശുപത്രി പോയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒറ്റ സ്വരത്തിൽ ഈശ്വര അദ്ദേഹത്തിന് ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എലിഞ്ഞിത്തറ മേളം കൂട്ടി. അപ്പോൾ ആസ്വാദകരും പ്രേക്ഷകരും ഒന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങയുടെ നാവ് പൊന്നാവട്ടെ, എനിക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഭാഗം ആയിട്ട് തന്നെ നിലകൊള്ളാൻ പറ്റുള്ളൂ. വളരെ നന്ദി. ഈ ഒരു സമയത്ത് ഞങ്ങളോട് ഇത്രയും സമയം ഞങ്ങളോട് പങ്കുവച്ചതിനും മനസ്സിലുള്ള പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതിനും. എന്തായാലും പൂരം ആസ്വാദനം അത് മനോഹരമായിട്ട് തന്നെ ഇത്തവണ നടക്കട്ടെ. ശരി, വളരെ നന്ദി. കിരൺ, കുട്ടേട്ടൻ വളരെ വിശദമായിട്ട് തന്നെ നമ്മോട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങളും അദ്ദേഹം ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പൂരവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. നമുക്കറിയാം, ഈ ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഒരു അമരക്കാരനായിട്ട് അദ്ദേഹം 24 വർഷം കൊട്ടിക്കയറിയിരുന്ന ആ ഒരു നിമിഷങ്ങൾ നമുക്കറിയാം. പൂരത്തിന്റെ ആളുകളുടെ ഒരു ഒഴുക്ക്, പുരുഷാരത്തിന്റെ ഒരു കാത്തിരിപ്പ്, ആ മേള കൊടുമുടി കൊട്ടിക്കയറുമ്പോഴുണ്ടായിരുന്ന ആ നിമിഷത്തിനുള്ള കാത്തിരിപ്പ്, അതൊക്കെ ഇത്തവണ കുട്ടേട്ടനില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു അമരക്കാരനായിട്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ അത് അനിവാര്യമാണെന്ന് കുട്ടേട്ടനെ കുറിച്ച് മുമ്പ് പറഞ്ഞു. മേള എന്താണെങ്കിലും ഇത്തവണയും പോയ വർഷങ്ങളെ പോലെ തന്നെ ആവേശത്തോടെ തന്നെ അരങ്ങേറുമെന്ന് ഉറപ്പാണ്. നമുക്കെന്താണെങ്കിലും പൂരത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട് വളരെ മാന്യമായി, വളരെ ആദരവോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയെങ്കിൽ പോലും അതിനുള്ള പരിഭവം പോലും ഉള്ളിൽ ഒതുക്കി തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഉള്ളിലൊരു വലിയ സങ്കട കടൽ ഇരമ്പുന്നത് പോലെയുള്ള ശബ്ദം, വാക്കുകളെല്ലാം തോന്നുന്നു. 10-24 വർഷത്തോളം 25ാമത്തെ വർഷത്തിലേക്ക്, വലിയൊരു ചൂടുവെപ്പിലേക്ക് എത്തേണ്ട ഒരു വർഷത്തിലാണ് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നത്. അപ്പോഴും അദ്ദേഹം ഒരു പ്രതീക്ഷ പുലർത്തുന്നുണ്ട്, ഇനിയും വരാം, ഇനിയും മേളപ്രമാണിയായി തന്നെ മടങ്ങി വരാം എന്ന്, അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും ഇതൊരു അവധിയാണ്, ഇതൊരു വിശ്രമമാണ് എന്ന് കുട്ടേട്ടൻ പറയുമ്പോൾ നമുക്കറിയാം ഇതിനൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുമെന്ന്. അതോടൊപ്പം തന്നെ കുട്ടേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാനൊരിക്കൽ ഈ വയ്യാതായി എന്നറിഞ്ഞപ്പോൾ എൻ്റെ മേള ആസ്വാദകർ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചെത്തി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രാർത്ഥനകളും ഈ ഒരു ആഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ ഈ എന്തെങ്കിലും ഇച്ചിരി കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വരും വർഷങ്ങളിൽ പരിഹരിക്കപ്പെടുമെന്നും നമുക്ക് ഏതെങ്കിലും ഈ തൃശ്ശൂർ പൂരത്തിന് തലപ്പൊക്കമുള്ള മേളപ്രമാണിമാരിൽ ഒരാളായി അല്ലെങ്കിൽ മേളപ്രമാണിയായി നമുക്ക് കുട്ടേട്ടനെ കാണാനാകും എന്ന് തന്നെ ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. കാരണം പലർക്കും ഈ ആർക്കും പകരമാവുന്നില്ലെങ്കിൽ പോലും ചില ഇടങ്ങളിൽ ചിലരുടെ സാന്നിധ്യം അത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് വാദ്യഘോഷ മേളങ്ങളിൽ കിഴക്കൂട്ടനിയന്മാർ ഒരു പ്രഗത്ഭനായ വാദ്യകലാകാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്, അദ്ദേഹത്തിൻ്റെതായ ആരാധകരുണ്ട്. വളരെ ശാന്തനായി, വളരെ സൈലൻ്റായിട്ട്, എന്നാൽ തൻ്റെ ചെണ്ടയിലൂടെ തനിക്ക് പറയാനുള്ളതെല്ലാം പറയുന്ന അത്രയും അനന്യമായ ഒരു ശൈലി പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് കിഴക്കൂട്ട് അനിയന്മാരാർ. അദ്ദേഹത്തിന് വ്യത്യസ്തമാണ് പെരുവനത്തിൻ്റെ ശൈലി. എന്താണെങ്കിലും ഉച്ചയ്ക്ക് നമുക്ക് കിഴക്കൂട്ടിൻ്റെ ആദ്യ പ്രമാണിത്വത്തിലുള്ള ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ പൂരത്തിൻ്റെ മറ്റ് വിശേഷങ്ങളും ഇനി ഉള്ള സമയങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ശരി, എന്തായാലും